ബിജു പ്രഭാകരന്റെ സർവീസ് അനുഭവങ്ങൾ മുൻനിർത്തിയുള്ള പുസ്തക ചർച്ചയും സംവാദവുമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ചർച്ചാ വിഷയമായ ഒരു പുസ്തകം. അതിന്റെ ഫ്രണ്ട് ആക്സിൽ ഓവർറോൾ ചെയ്യാതെ ഈ റോഡിലേക്ക് അട്ടറിൽ കൂടെ പോകുന്നുണ്ട്. ഷാസിയല്ല, വണ്ടി മൊത്തത്തിൽ നാലായിട്ട് പൊടിഞ്ഞു പോകും. KSRTCയിലെ സൗജന്യ വനിതകളുടെ സൗജന്യ ഇത് എത്രത്തോളം പ്രായോഗികമാണ്? TV ചാനലിൽ എന്തുകൊണ്ട് പുരുഷന്മാർ കൂടി സൗജന്യമാക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തിനാണ് സ്ത്രീകളൊക്കെ മാത്രമാക്കുന്നത്, പുരുഷന്മാർ കൂടി? ബിജു പ്രഭാകരന്റെ സർവീസ് അനുഭവങ്ങൾ മുൻനിർത്തിയുള്ള പുസ്തക ചർച്ചയും സംവാദവുമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. മനോരമ ബുക്സ് എഡിറ്റർ ഇൻ ചാർജ് ശ്രീ തോമസ് ഡൊമിനിക് ബിജു പ്രഭാകറുമായി സംവദിക്കും. നോ ഡെമോക്രസി വിത്തൗട്ട് ഡിസന്റ്, വിമത ശബ്ദമില്ലാതെ ജനാധിപത്യമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും വിമത ശബ്ദങ്ങൾ ഉയർത്തുന്നവരുടെ സമീപനങ്ങളോട് സഹിഷ്ണുതയോടെ നോക്കുന്ന ഒരു സമീപനമല്ല നമ്മൾ പുലർത്തി വരാറുള്ളത്. സിസ്റ്റത്തിനുള്ളിലെ പോരായ്മകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും തുറന്നു പറയുന്നവരുടെ കാര്യം പറയേണ്ടതുമില്ലല്ലോ. അത്തരം സർവീസ് അനുഭവങ്ങളാണ് ശ്രീ ബിജു പ്രഭാകർ ഈ പുസ്തകത്തിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. സുദീർഘകാലത്തെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻസ് അനുഭവമുള്ള ശ്രീ തോമസ് ഡൊമിനിക് തന്നെയാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്തതും അദ്ദേഹം തന്നെയാണ് ഇന്ന് സംവദിക്കുന്നതും. ബഹുമാനപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ബിജു പ്രഭാകർ, തോമസ് ഡൊമിനിക്, ഇന്നത്തെ ഈ പരിപാടിക്ക് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്ന പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ശ്രീ വിജയകുമാർ എന്നിവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി പബ്ലിക് ലൈബ്രറി സെക്രട്ടറി വിജയകുമാറിനെ ക്ഷണിക്കുന്നു. കോട്ടയം പബ്ലിക് ലൈബ്രറി ഇങ്ങനെ ഒരു പുസ്തക സംവാദം നടത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ശ്രീ ബിജു പ്രഭാകർ IAS അദ്ദേഹം എഴുതിയ നാം നമ്മെ തന്നെ കൊള്ളയടിക്കുമ്പോൾ എന്ന് പറയുന്ന ആ പുസ്തകത്തെ കുറിച്ചുള്ള സംവാദമാണ് ഇവിടെ നടക്കുന്നത്. പബ്ലിക് ലൈബ്രറിയിൽ ഇതുപോലെ പല പുസ്തക സംവാദങ്ങളും നടക്കാറുണ്ട്. കഴിഞ്ഞ മാസം ഇതുപോലെ ശ്രീ K മോഹൻദാസ് IASന്റെ അദ്ദേഹത്തിൻ്റെ IAS എസ്കലേറ്റർ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു സംവാദം ഉണ്ടായിരുന്നു. ഇതിൽ ഇന്നത്തെ ഈ ഒരു പുസ്തക സംവാദത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ അതിൻ്റെ മേധാവിയായിട്ട് ദീർഘകാലം പ്രവർത്തിച്ച, ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായിട്ട് തന്നെ ദീർഘകാലം പ്രവർത്തിച്ച ശ്രീ ബിജു പ്രഭാകർ, അദ്ദേഹം പല വകുപ്പുകളിൽ അദ്ദേഹത്തിൻ്റെ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവ സമ്പത്ത്, പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ, ദീർഘമായ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായ കൈപ്പേറിയ കാര്യങ്ങൾ, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 7.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഭാരതത്തിൽ അടിസ്ഥാന വർഗം അല്ലെ സാധാരണക്കാരെ ഇന്നും വികസനത്തിൻ്റെ നേട്ടങ്ങളൊന്നും അനുഭവിക്കാതെ ഒരു വരേണ്യവർഗത്തിന് മാത്രം അതെന്തുകൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്നു? വികസനം എന്തുകൊണ്ട് സാധാരണക്കാരുടെ കൈകളിൽ എത്തുന്നില്ല? എന്തുകൊണ്ട് ഈ നമ്മുടെ ഈ പ്ലാനിങ്ങും അതുപോലുള്ള പദ്ധതി ആവിഷ്കാരങ്ങളും ഒക്കെ പരാജയങ്ങളാകുന്നു? ഇതൊക്കെ അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നു. പ്രഗത്ഭനായ ഒരു പിതാവിൻ്റെ പ്രഗത്ഭനായ പുത്രൻ ശ്രീ തച്ചടി പ്രഭാകരൻ 2000-ന് മുൻപ് 2-3 പതിറ്റാണ്ട് കാലം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെ സജീവമായി നിന്ന, കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിട്ടും പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുത്രൻ പല കാര്യങ്ങളും അദ്ദേഹം ഈ പുസ്തകത്തിൽ തുറന്നു പറയും. ഈ ചെറിയ കാലത്തിനകം 6 പതിപ്പുകൾ അതിന് ഇറങ്ങാൻ കഴിഞ്ഞു. അപ്പം അതിൽ അച്ഛൻ്റെ കായംകുളത്തെ ഒരു മത്സരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സുധാകരനായിരുന്നു എതിരാളി. സുധാകരൻ ശ്രീ തച്ചടി പ്രഭാകരനെ ആ ഇലക്ഷനിൽ തോൽപ്പിച്ചു. പക്ഷേ ആ സുധാകരൻ തന്നെ ശ്രീ ബിജു പ്രഭാകരനെ സെക്രട്ടേറിയറ്റിൽ വിളിച്ചു വരുത്തി ഒരു സെക്രട്ടറിയുടെ പൂർണ്ണ ചുമതല കൊടുത്ത് അവിടെ ആ ഉത്തരവാദിത്വം കൊടുത്തു. അപ്പോൾ ആ കാര്യം അദ്ദേഹം നന്ദിപൂർവ്വം അതിനകത്ത് പറയുന്നു. അപ്പം ഇങ്ങനെ ഒരേ
അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. വികസനം എന്ന് പറയുന്നത് വലിയ പദ്ധതികൾ കൊണ്ടുവരികയല്ല, സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതും വികസനമാണ്. ആരോഗ്യരംഗത്ത് ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. കേരളം ഒന്നാമതെന്ന് പറയുമ്പോഴും ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകുന്നു. അതിലും വല്ല ഈ തൽപര കക്ഷികളുടെ ഈ രോഗ അവസ്ഥ കൂട്ടാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടി വരും. ക്യാൻസർ മരുന്നുകളുടെ വില കൂടുതൽ, സാധാരണക്കാരന് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. നല്ല പാരായണക്ഷമതയോടെ നന്നായിട്ട് നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു പുസ്തകം. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പുസ്തകമാണ്. നമ്മൾ ഇതിൽ കൂടുതൽ ആളുകളെ ഇതിനെ പ്രതീക്ഷിച്ചതാണ്. ഇന്ന് തന്നെ വേറെ ഒന്നിലധികം പരിപാടികൾ നടക്കുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പുസ്തക സംവാദത്തിൽ അതിൻ്റെ ഗ്രന്ഥകാരൻ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കോട്ടയം പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടി, കോട്ടയത്തിന് വേണ്ടി, ശ്രീ മനോരമയ്ക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നിവിടെ എത്തിയിരിക്കുന്ന മനോരമയുടെ പുസ്തക വിഭാഗത്തിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് ശ്രീ തോമസ് ഡൊമിനിക് സാറ്, സഞ്ജീവ്, ഇവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. തോമസ് ഡൊമിനിക് സാറിനെ ഏറെ ആദരവോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രമുഖരായ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അതിഥികളെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ഇതിൽ നമ്മുടെ ബെസ്റ്റ് സെല്ലർ ഓഥർ ശ്രീ ബിജു പ്രഭാകർ IAS ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രസിദ്ധീകരിച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 5 എഡിഷൻ, അതിന് തൊട്ട് പിന്നാലെ 8 എഡിഷനായ ഒരു പുസ്തകമാണ്. കേരളത്തിലെ ഏറ്റവും ചർച്ചാ വിഷയമായ ഒരു പുസ്തകം. അദ്ദേഹം സിവിൽ സർവീസിൽ ഏറ്റവും പ്രമുഖനായ ഒരു ഉദ്യോഗസ്ഥനായി വിവിധ വകുപ്പുകളിൽ പൊതുമരാമത്ത്, KSEB-യുടെയും KSRTC-യുടെയും MD ആയി, CMD ആയി ഏറെക്കാലം അദ്ദേഹം ചെലവഴിച്ചതാണ്. പൊതുമരാമത്ത് വകുപ്പിലെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് റിട്ടയർ ചെയ്യുന്നത്. ആരോഗ്യം, സിവിൽ സപ്ലൈസ്, സർവേ വകുപ്പ്, ഭക്ഷ്യ പൊതുവിതരണം, അങ്ങനെ പ്രധാനപ്പെട്ട നമ്മുടെ ജനങ്ങളെ അനുദിനം ബാധിക്കുന്ന ഒട്ടേറെ വകുപ്പുകളിൽ പ്രമുഖ സ്ഥാനത്തിരുന്നയാളാണ്. അതിനുശേഷം അദ്ദേഹം ഇതിനകത്ത് ആദ്യം തന്നെ പറയുന്നുണ്ട്, ഇത് വലിയൊരു തിരുത്തൽ ശക്തിയാകാം എന്ന് വിചാരിച്ച് സിവിൽ സർവീസിൽ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത്ര സാധ്യമല്ല, പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാൻ എളുപ്പമല്ല എന്ന് സ്വയം മനസ്സിലാക്കി. ഏതായാലും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷ, ഇത് കൊള്ളയടിയുടെ പുസ്തകം മാത്രമല്ല, കൊള്ളയടിക്കലിനെ പറ്റി മാത്രം പറയുന്നതല്ല, ഒട്ടേറെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പുസ്തകമാണ്. ആ തരത്തിൽ കൂടെ വേണം നമ്മളതിനെ കാണാൻ. ഞാൻ ഡൽഹിയിൽ രാഷ്ട്രീയകാര്യ ലേഖകനായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത് നിതിൻ ഗഡ്കരിയെ കണ്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് സംസാരിച്ചുള്ള 20 ആശയം അദ്ദേഹം പറയും. BRTS-നെ പറയും, മെട്രോയെ പറ്റി പറയും, എക്സ്പ്രസ് വേയെ പറ്റി പറയും, സെൽഫ് ഡ്രിവൺ വെഹിക്കിൾസിനെ കുറിച്ച് പറയും. അങ്ങനെ ഒട്ടേറെ ആശയങ്ങൾ പറയും. അങ്ങനെ സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മൾ കുറേ സ്വപ്നലോകത്തുകൂടെ കൊണ്ടുപോകും. അതിൽ കുറച്ച് ആശയങ്ങളായിരിക്കും നടപ്പാക്കാൻ കഴിയുക. അതുപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശ്രീ ബിജു പ്രഭാകർ IAS ഒട്ടേറെ ആശയങ്ങൾ, കൊള്ളയടിയുടെ കാര്യം മാത്രമല്ല, ഈ പുസ്തകത്തിൽ ഒട്ടേറെ ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആദ്യം തന്നെ വളരെ സജീവമായി ഇപ്പോൾ നിൽക്കുന്ന ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. KSRTC-യിലെ വനിതകളുടെ സൗജന്യ യാത്രയെക്കുറിച്ചുള്ള ചോദ്യത്തോടെ ഞാൻ തുടങ്ങുകയാണ്. കാരണം അദ്ദേഹത്തിന് ഇതേപ്പറ്റി പറയാൻ ഏറ്റവും അർഹനായ ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ടാണ് ആദ്യത്തെ ചോദ്യം അതാക്കുന്നത്. ഇത് എത്രത്തോളം പ്രായോഗികമാണ്? നഷ്ടത്തിലായിരിക്കുന്ന KSRTC-യെ വീണ്ടും നഷ്ടത്തിലാക്കാൻ മാത്രം സഹായിക്കുന്ന ഒരു നീക്കമാണോ? ഇതിനകത്തൊരു സാമ്പത്തിക ശാസ്ത്രം ഇതിന് പിന്നിലുണ്ടോ? ആദ്യം തന്നെ ഞാൻ പ്രത്യേകിച്ച് മനോരമയ്ക്കും അതുപോലെ വിജയകുമാർ സാറിനും സെൻട്രൽ ലൈബ്രറിക്കും ഒക്കെ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ഇതൊക്കെ ഒരു വലിയ അംഗീകാരമാണ്. ഞാനൊരു എഴുത്തുകാരനൊന്നുമല്ല. അത്യാവശ്യം ചില ആർട്ടിക്കിളും അത് ഇതുവരെ സഹിക്കാൻ പറ്റാതെ വരുന്ന ഒരു വിങ്ങൽ തോന്നുന്നതാണ് പലപ്പോഴും പത്രത്തിലാണേലും അല്ലാതെയൊക്കെ എഴുതുന്നത്. ആരെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുതുന്നതാണ്. എന്തായാലും ഇതിലോട്ട് വരാം, നമുക്ക് സമയം കുറവാണ്. കേരളത്തിൽ 12,500 സ്കൂളുകളാണ് ഉള്ളത്. അതിൽ 3000 സ്കൂളുകൾ കുട്ടികളില്ല. അതിൽ മാനേജർമാർ കോഴ വാങ്ങിച്ചിട്ട് ഇപ്പോഴും അപ്പോയിൻ്റ് ചെയ്യുന്ന ഒത്തിരി സ്കൂളുകളുണ്ട്. കള്ളക്കണക്കുകളുണ്ട്. ഇതിനുവേണ്ടി ഭീകരമായിട്ടുള്ള തുക ചെലവഴിക്കുന്നുണ്ട്. 70,000 പേര് കയറുന്ന കേരയിൽ എന്ന് പറയുന്ന പദ്ധതിയുടെ സെക്രട്ടറി ആയിരുന്നു ദീർഘകാലം. 4 കൊല്ലത്തോളം 2.5 കൊല്ലത്തോളം കേരളിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി ആയിരുന്നു.
1,35,000 കോടി രൂപയാണ്. 1,35,000 കോടി രൂപ, ഡോണ്ട് ഗെറ്റ് മിസ്റ്റേക്കൺ. 1,35,000 കോടി രൂപ മുടക്കുമ്പോൾ 70,000 പേരാണ് അതിനകത്ത് കയറാൻ പോകുന്നത്. കൊച്ചി മെട്രോയുടെ ചുമതലയുള്ള 4 കൊല്ലത്തോളം ഉള്ള സെക്രട്ടറി ആയിരുന്നു. 7,616 കോടി രൂപയാണ് അതിൻ്റെ ഫേസ് 1 വേണ്ടി മുടക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ ഫേസ് കൂടെ വരുമ്പോൾ 10,000 കോടിയിൽ കഴിയും. അതിൽ കയറുന്നത് 1,00,000 പേരാണിപ്പം. ഞാൻ നേരത്തെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് 110 ബസ്, ഇലക്ട്രിക് ബസ്, ഓരോ വണ്ടിക്കും 92.43 ലക്ഷം രൂപ. അങ്ങനെ നോക്കുമ്പോൾ 100 കോടി രൂപയ്ക്ക് 110 ബസ് ഇറക്കി കഴിഞ്ഞപ്പോൾ 72,000 ആൾക്കാരാണ് ഒരു ദിവസം യാത്ര ചെയ്യുന്നത്. അവർക്ക് മെട്രോ പോലല്ല, ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉണ്ട്, ഫസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉണ്ട്. അവർക്ക് വീടിനടുത്ത് ഇറങ്ങാം. മെട്രോയ്ക്ക് ഒരിക്കലും അത് പറ്റത്തില്ല. ആ സമയത്ത് 92,000 ആൾക്കാരാണ് മെട്രോയിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ 20,000 ആൾക്കാർ കൂടുതലായിട്ട് കയറാൻ വേണ്ടി 7,600, അതായത് 7,500 കോടി രൂപയും കൂടെ കൂടുതൽ മുടക്കിയാണ്. അപ്പോൾ ഇവിടെ 23.5-25 ലക്ഷം ആൾക്കാർ കയറുന്ന KSRTCക്ക് വേണ്ടി ശ്രീ ബാലഗോപാൽ 50 കോടി രൂപ തരുന്നത് തന്നെ 2ആയിട്ടേ തരത്തുള്ളൂ. പുള്ളിക്ക് അത് നിർബന്ധമായിരുന്നു. കാരണം എന്നെ മോശക്കാരനാക്കണം, ശമ്പളം കൊടുക്കാത്ത CMD എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് ചീത്ത വിളിക്കണമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നതാണ്. മാസം 50 കോടി രൂപ, മാസം 50 കോടി രൂപ. ഞാൻ പറഞ്ഞു തന്നാൽ 20-ാം തീയതി അല്ലെ 25-ാം തീയതി 50 കോടി തന്നാൽ മതി. പക്ഷെ അത് ഒന്നിച്ചു താ, എനിക്ക് ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല. 30-20 തരത്തുള്ളൂ അദ്ദേഹം. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ലോകത്തെമ്പാടും പൊതുഗതാഗത സർവീസ് എന്ന് പറയുന്നത് സബ്സിഡൈസ്ഡ് ആണ്. വളരെ ചില രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഞാൻ 2013 തൊട്ട് പൊതുഗതാഗതത്തിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ലോകത്തെ ഏത് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ ആദ്യം കാണുന്നത് 10-32 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അവിടുത്തെ പൊതുഗതാഗതമാണ് ആദ്യത്തെ എൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ പൊതുഗതാഗത രംഗത്ത് ഞാൻ പറഞ്ഞല്ലോ 100 കോടി രൂപ മുടക്കി 72,000 പേര് കയറുന്നുണ്ട്. 7,616 കോടി രൂപയെ 1,35,000 കോടി രൂപ മുടക്കിയിട്ട് ഗവൺമെൻറ്റിന് അതിനേക്കാളും കുറച്ചുള്ള എത്ര പേര്, 70,000 പേരെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ 3.5 കോടി ജനങ്ങളിൽ എത്ര പേര് കയറും? അതിനൊക്കെ പൈസ മുടക്കാനുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് പൈസ മുടക്കി സൗജന്യമാക്കുന്ന, ഇന്നലെ ഒരു TV ചാനലിൽ എന്തുകൊണ്ട് പുരുഷന്മാർ കൂടി സൗജന്യമാക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തിനാണ് സ്ത്രീകളൊക്കെ മാത്രമാക്കുന്നത്? പുരുഷന്മാർ കൂടി. ലോകത്ത് എമ്പാടും പ്രത്യേകിച്ച് പെട്രോളിൻ്റെ വില കൂടുമ്പോൾ അവിടെ ആദ്യം ചെയ്യുന്നൊരു കാര്യം ഇതിനെ സൗജന്യമാക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ 40,000-ഓളം ബസ് ഉണ്ടായിരുന്നു 2000-ന് മുമ്പ്, പ്രൈവറ്റ് ബസ്. ഏതാണ്ട് അന്നും ഇന്നും ഏതാണ്ട് ഒരു 5,000 ബസ്സിന് താഴെ മാത്രമാണ് KSRTC ഉള്ളത്. ഞാൻ ഈ ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട് 50,000 പ്രൈവറ്റ് ബസ്സും 5,000 KSRTC ബസ്സും എങ്കിലും ഉണ്ടാകണം. അതിനുവേണ്ടി 3,500-4,000 കോടി രൂപ മുടക്കുന്നതൊന്നും കുഴപ്പമില്ല. ഒരു ബസ് എന്ന് പറയുന്നത് 60 ബൈക്കാണ്. ഈ പെട്രോളിയത്തിന് ഇത്രയും ഈ കഴിഞ്ഞ 11 ദിവസത്തിനുള്ളിൽ 4 പ്രാവശ്യം കൂട്ടി. 1 രൂപ കൂട്ടുമ്പോൾ മനസ്സിലാക്കിക്കോണം, ഒരു ദിവസം 3 ലക്ഷം ലിറ്ററാണ് KSRTC ഉപയോഗിക്കുന്നത്. ഒരു ദിവസം 3 ലക്ഷം രൂപയാണ് കൂടുന്നത്. 3 രൂപ കൂട്ടിയപ്പോൾ 9 ലക്ഷം രൂപയാണ് ഒരു ദിവസം കൂടുന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ് സബ്സിഡൈസ് ചെയ്യണം. 3000 സ്കൂളിലെ പിള്ളേരില്ലാത്തതിന് വേണ്ടി, കുറച്ച് അധ്യാപകർക്ക് വേണ്ടി, അല്ലെങ്കിൽ മാനേജർമാർക്ക് വേണ്ടി അവരെ സബ്സിഡൈസ് ചെയ്ത് നിർത്തിയേക്കുന്നത് പോലെ തന്നെ ഇത് സബ്സിഡൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ പൂർണ്ണമായിട്ട് സൗജന്യം എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. ആളുകൾ കൂടുതലായിട്ട് അതിനകത്ത് ആവശ്യമില്ലാതെ യാത്ര ചെയ്യും. കർണാടകത്തിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. ആളുകൾ ചുമ്മാ യാത്ര ചെയ്യും. അപ്പം സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് കയറാൻ പ്രയാസമാണ്. ഇവിടെ ഉണ്ടാകുന്ന ഇംപ്ലിക്കേഷൻസിനെ പറ്റി ഗവൺമെൻറ് ഇതുവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ജൂൺ 15 തൊട്ട് അവരത് ഡിക്ലെയർ ചെയ്യത്തില്ലായിരുന്നു. കാരണം വെച്ചാൽ ഒത്തിരി, ഞാൻ ചലോ എന്ന് പറയുന്ന ആ ടിക്കറ്റിങ് കൊടുക്കുന്ന ഞാൻ കൊണ്ടുവന്ന ഒരു സ്കീമാണ്. ആ ചലോക്കാരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഇത് നടപ്പാക്കുന്നത്? ഒരു ഇൻസ്ട്രക്ഷനും ഇല്ല. ഐഡിയലി ഒരാൾക്കൊരു കാർഡ് കൊടുക്കണം, പ്രത്യേകിച്ച് ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ മിസ്യൂസ് ഒഴിവാക്കി. ഇനിയിപ്പം നോക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും കൂടെ ഒന്നിച്ചു പോവുകയാണ്. അപ്പം ഇവരൊക്കെ സ്ഥിരമായിട്ട് കണ്ടക്ടർമാരെ കാണുന്നതല്ലേ. ഇന്നലെ നെയ്യാറ്റിൻകരയിൽ നിന്ന് KSRTCയിൽ ഒരു ജീവനക്കാരൻ തന്നെ ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയി. ഡീസൽ മോഷണം. ഈ ഇപ്പം തന്നെ ചലോ കാർഡിനകത്ത് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ 5-10 കാർഡ് കണ്ടക്ടർ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ കാർഡ് ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് അയാൾ എടുക്കുകയും മറ്റുള്ളവരുടെ നിന്ന് പൈസ വാങ്ങിക്കുകയും, ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ കാർഡ് ഉപയോഗിച്ചാൽ കൊടുക്കുകയും ചെയ്യുന്ന വലിയ വെട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇതൊന്നും അവിടെ പിടിക്കാനായിട്ടുള്ള സംവിധാനമൊന്നുമില്ല. ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ
പുരുഷനും സ്ത്രീയും കൂടെ കയറുന്നുണ്ടെങ്കിൽ പറയും സാർ 20 രൂപ ഉണ്ട്, ഞാൻ 2 സ്ത്രീന്ന് എഴുതിക്കെന്ന് പറഞ്ഞാൽ എന്താ മെക്കാനിസം? സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് പിൽഫറേജ് ദെയർ. അപ്പം പ്രൈവറ്റ് ബസ്സും KSRTC കൂടെ പോകുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? പ്രൈവറ്റ് ബസ്സിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരും. ആൾക്കാർ കൂടുതൽ വന്ന്, പ്രത്യേകിച്ച് രാവിലത്തെ നിങ്ങൾ KSRTC ബസ്സുകൾ നോക്കുക, എല്ലാം ഫുള്ളായിട്ടാണ് പോകുന്നത്. അതിനകത്ത് പുരുഷന്മാർക്ക് കയറാൻ പോലും സ്ഥലമില്ലാതെ വരും. അപ്പോൾ പുരുഷന്മാരെന്ത് ചെയ്യും? പുരുഷന്മാരാണ് ഇതിന് വരുമാനം കൊടുക്കേണ്ടത്, അവർ അതിൽ കയറാതാവും. ഇനി ഫാസ്റ്റ് പാസഞ്ചറിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ട്രെയിനിലേക്ക് ഇപ്പോൾ ആളുകൾ പോകുന്നവരൊക്കെ ഇതിനേക്കാളും ചീപ്പർ ആയതുകൊണ്ടാണ് ട്രെയിനിൽ പോകുന്നത്. അപ്പോൾ ഇവിടെ സൗജന്യമാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീകൾ മുഴുവനും വരും. അതൊക്കെ നല്ല കാര്യം തന്നെ, ഇത് കൊടുക്കേണ്ടതാണ്. എനിക്ക് പറയാൻ പറ്റും, തിരുവനന്തപുരത്ത് 100 ബസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെയാണ് ആദ്യമായിട്ട് പോകുന്നത്. പണ്ടുണ്ടായിരുന്നു, ഞാൻ 1975 തിരുവനന്തപുരത്ത് പഠിക്കാൻ വരുന്ന സമയത്തുണ്ടായിരുന്നു. അപ്പം പല വീടുകളിലും ആദ്യമായിട്ട് ഹൗസ് മെയ്ഡ്സ് വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കവടിയാർ ഇറങ്ങിയിട്ട് നന്തൻകോട്ടേക്കോ അല്ലെന്നുണ്ടെങ്കിൽ കുറവൻകോണത്തേക്കോ ഒരു ഓട്ടോറിക്ഷ പിടിക്കണമെങ്കിൽ 40 രൂപ കൊടുക്കും. ആ 40, 80 രൂപ പോട്ടെ, അല്ലെങ്കിൽ രാവിലെ വരുന്നുണ്ടെങ്കിൽ 40 രൂപ ഒരു ഹൗസ് മെയ്ഡിന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ അതിനടുത്ത് വരെ ബസ് വളരെ 10 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളുടെ കയ്യിൽ, പ്രത്യേകിച്ച് ഞാൻ ഒരു തമാശയായിട്ട് പറഞ്ഞു, പുരുഷന്മാരുടെ കയ്യിൽ സാധാരണഗതിയിൽ ഒരു ലോ ക്ലാസ് പുരുഷൻ്റെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ നേരെ ബ്യൂറേസ് കോർപ്പറേഷനിലേക്ക് പോകും. സ്ത്രീകളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിന് ആഹാരം വാങ്ങിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെ അടുത്ത കടയിൽ പോയി പ്രൊവിഷൻ വാങ്ങിക്കണമെന്നുള്ളതാണ്. ഇരിക്കുന്ന ആരെയും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല, ഇവിടെ ഇരിക്കുന്ന ആരെയും ഉദ്ദേശിച്ചില്ല, നിങ്ങളൊക്കെ അങ്ങനെയുള്ളവരല്ല. അപ്പൊ അതുകൊണ്ട് ഫാസ്റ്റ് പാസഞ്ചറിലൂടെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഇവിടെ തീരുമാനമില്ല. പക്ഷേ എൻ്റെ ഒരു കാര്യം, ഈ ഗവൺമെന്റ് വിജയിച്ച് കാണുമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മുന്നൊരുക്കങ്ങളില്ലാതെ എടുത്ത് ചാടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പം അതുകൊണ്ട് ആലോചിച്ച് ചെയ്യണം. ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നതിനെ പറ്റി ഒരു ചില ഓഗസ്റ്റ് 15 എന്നുള്ള ഡേറ്റ് ഒക്കെ പറയുന്നതായിട്ടൊക്കെ കേട്ടു. അങ്ങനെ ഒരു മുന്നൊരുക്കത്തോടു കൂടി നടത്തിയാൽ ഇത് നല്ലതാണ്. കാര്യം ഈ വണ്ടികളെല്ലാം ഇറക്കുകയും, ഞാൻ അതിനകത്ത് ബുക്കിനകത്ത് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു, ഈ ഡീസൽ ബസ് ഒരു പ്രൈവറ്റ് ബസ് മുതലാളി എന്ന് പറയുന്നതൊന്നുമല്ല. ഇതെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരും ഗൾഫിൽ പോയിട്ടുള്ളവരും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ബസ്. അതിലേക്ക് ആളുകളെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ സിംഗപ്പൂർ ചെയ്യുന്നത് പോലെ ബൈക്കിൻ്റെ ടാക്സ് ഇനിയും കൂട്ടണം. ഇതിലേക്ക് പോകുമ്പോൾ എല്ലായിടത്തും കൃത്യമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, ഞാൻ പൊതുഗതാഗതം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കാൽനട യാത്രക്കാർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിൽ കൊടുക്കണം. അപ്പോൾ പൊതുഗതാഗതം ഒന്ന് മനസ്സിലാക്കിയിട്ടുള്ള മന്ത്രിമാരെ ഇൻക്ലൂഡിങ് നിതിൻ ഗഡ്കരി ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് പൊതുഗതാഗതം എന്ന് പറഞ്ഞാൽ, ഞാൻ 3 ട്രാൻസ്പോർട്ട് മന്ത്രിമാരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കണ്ടു, കേരള ട്രാൻസ്പോർട്ട് മന്ത്രി. അപ്പോൾ ഈ SRTC ഒന്നും നന്നാകത്തില്ല, ബന്ദ് കരൂ ബന്ദ് കരൂ, ഇത് പൂട്ടിക്കള എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായില്ല, നന്നാകത്തില്ല എന്നുള്ള സത്യം തന്നെ. പക്ഷേ നമുക്ക് ബദൽ സംവിധാനം ഉണ്ടാക്കണം. അപ്പം അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ആലോചിച്ച് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പോയി. നിതിൻ ഗഡ്കരി കുറച്ചുകൂടി ഒരു PPP മോഡലിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും ഒക്കെ കൂടെ ഒരു ആൾ കൂടിയാണ്. അതൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ ഇത് പറഞ്ഞതുപോലെ ഓഗസ്റ്റ് 15 മാറ്റിവെക്കുന്ന വലിയ ആപൽക്കരമായിരിക്കും ഒരുപക്ഷെ സർക്കാരിനെ സംബന്ധിച്ച്. അതുകൊണ്ട് പ്രഖ്യാപിച്ചു പോയതുകൊണ്ട് ജൂൺ 15 തന്നെ ഒരുപക്ഷെ നടപ്പാക്കാൻ അവർ നിർബന്ധിതരാണ്. എന്നാലും അതിനകത്തുള്ള വലിയൊരു റിസ്ക് ഫാക്ടർ അതാണ് ചൂണ്ടിക്കാണിച്ചത്. ഇനി നമുക്ക് KSRTCയിലേക്ക് തന്നെ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു സഭയും ഒരു രാഷ്ട്രീയ പാർട്ടിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള പ്രസ്ഥാനം KSRTC ആയിരിക്കും, അല്ലേ, കേരളത്തിൽ? അപ്പോൾ അത് എത്രയേറെ ആസ്തി ഉണ്ടായിട്ടും ഇതൊരു മുടിഞ്ഞ തറവാടായി, പുസ്തകത്തിൽ പറയുന്ന പ്രയോഗമാണ്, എൻ്റെ പ്രയോഗമല്ല, മുടിഞ്ഞ തറവാടായി തുടരാൻ കാരണം എന്താണ്? ലാഭത്തിലാക്കാൻ മാർഗമില്ലേ? ഇത് ലാഭത്തിലാകണമെങ്കിൽ ഞാൻ പറയല്ലോ, ഞാനിപ്പം ജോലി ചെയ്യുന്നതെന്ന് പറയുന്നത് ഓരോ പ്രൈവറ്റ് കമ്പനികളെ, പ്രത്യേകിച്ച് സിക്കി യൂണിറ്റ്സിനെ, എൻ്റെ വെബ്സൈറ്റിലും എൻ്റെ വിസിറ്റിംഗ് കാർഡിലും എല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത് ടേൺ അറൗണ്ട് സ്ട്രാറ്റജിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ KSRTC പോയത് തന്നെ ഞാൻ പഠിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ പല ടെക്നിക്കുകളും ഉപയോഗിക്കാനായിട്ടൊരു പരീക്ഷണശാല വേണമല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് ഇത് പറ്റുമോ? കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആരും പറയാത്തൊരു കാര്യം, 3.5 ലക്ഷം രൂപയായിരുന്നു ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ. അവിടുന്ന് ഒരു ദിവസം 9 കോടി രൂപയായിട്ട് ഉയർത്തിയതാണ്. ഒരു ദിവസം ശരാശരി 5.5 കോടി രൂപ എന്നുള്ള നിലയിൽ നിന്നാണ് ഈ ഒരു 7.5 കോടി രൂപയിലേക്ക് ഇത് ഉയർത്തിയിട്ടുള്ളത്. ഇത് ലാഭത്തിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജീവനക്കാർ വിചാരിക്കണം. ജീവനക്കാർ ഒരിക്കലും വിചാരിക്കത്തില്ല. അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് എൻ്റെ 29 വർക്കിംഗ് പ്രോഫിറ്റിലാകാൻ ഒരു ദിവസം എത്ര കോടി രൂപ വേണം? 12. അതല്ല, അവിടെ ഒത്തിരി കാര്യങ്ങൾ അതിനെപ്പറ്റി പറയേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ലാഭത്തിലാക്കാനായിട്ട് എൻ്റെ 29 കൊല്ലത്തെ സർവീസ് ഗവൺമെൻറ് ജീവനക്കാരെ
എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള 2 ഗവൺമെൻറ് ജീവനക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഗവൺമെൻറ് ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ഞാനൊരു ഉദാഹരണം പറയും. ഞാൻ ഈ സെക്രട്ടേറിയറ്റിലും പല ഡിപ്പാർട്ട്മെൻറ്റിലും ഇരുന്നിട്ടുണ്ട്. അവിടുത്തെ CAമാർ അടുത്ത് നമ്മുടെ ഒരു ലെറ്റർ ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് അടിച്ച് തെറ്റിച്ച് നമുക്ക് ഇരട്ടിപ്പോയി നമ്മൾ തന്നെ തോന്നിപ്പോയി നമ്മൾ എന്താ ഈ പറഞ്ഞതെന്നുള്ളത്. അതേസമയം അതേ PSCയിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് വരുന്നവരാണ് കോടതികളിൽ ജഡ്ജിമാർ പറയുമ്പോൾ അവർ എത്ര വേഗത്തിലാണിത് എഴുതുന്നതെന്നുള്ളതും മനസ്സിലാക്കണം. മിക്കവാറുമുള്ള ഹൈക്കോടതിയിലെ ജഡ്ജിമാരൊക്കെ തന്നെ അവിടെ വെച്ച് തന്നെ ഡിക്റ്റേറ്റ് ചെയ്യുക. നമ്മുടെ മുന്നേ വെച്ച് തന്നെ കോടതിയുടെ വിധി പറയുമ്പോൾ അവർ അന്നേരം തന്നെ എഴുതുകയാണ്. ഇതുപോലെ ഞാൻ പല വക്കീലന്മാരുടെ ചേംബറിൽ പോയിട്ടുണ്ട്, പല ജഡ്ജിമാരുടെ ചേംബറിൽ പോയിട്ടുണ്ട്. അവർ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് അവർ ഡിക്റ്റേഷൻ കഴിയട്ടെ നിങ്ങൾ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സർക്കാരിൽ വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യണ്ട എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മുടെ പൊതുവായിട്ടുള്ളത്. അപ്പോൾ KSRTCയിൽ 18 മണിക്കൂർ അവർക്ക് ഓടിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ഒരു വണ്ടി വിട്ടു കഴിഞ്ഞാൽ 18 മണിക്കൂർ നിങ്ങൾക്ക് ഈ കസേര ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ 18 മണിക്കൂർ ഒരു ബസ് അതിൻ്റെ ഫ്രണ്ട് ആക്സിൽ പോലും ഓവറോൾ ചെയ്യാത്തൊരു ബസ്സിനകത്തിരുന്ന് ഓടിക്കാൻ പറ്റും ഈ ട്രാഫിക്കിനിടയിൽ കൂടെ. അതാണ് ഇന്ന് എല്ലാ ദിവസവും ഉണ്ടാകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് KSRTC സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ് പുതിയൊരു സാധനം ഉണ്ടാക്കി. ആൻഡ് ദാറ്റ് ഈസ് പ്രോഫിറ്റബിൾ. ഇപ്പം സർവേ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. 2999 പോസ്റ്റുകൾ ടെമ്പററി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. എവറി ഇയർ ഇറ്റ് ഈസ് ബീങ് റിന്യൂഡ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്രയധികം ദുരിതം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത്രയധികം കേസുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ധൈര്യമുള്ള ഒരു മന്ത്രിസഭ ഇവിടെ വന്നിട്ടില്ല. KSRTC ഈസ് വൺ തിങ് വിച്ച് ഹാസ് ടു ബി വൗണ്ട് അപ്പ്. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ എന്തെങ്കിലും ഒരു ന്യൂസ് മനോരമ കൊടുത്തു കഴിഞ്ഞാൽ KSRTCയുടെ അന്തകൻ എന്നും പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു 2 തലമുറയ്ക്ക് അപ്പുറത്ത് വരെ എന്നെ വിളിച്ചുകൊണ്ടുള്ള മോശമായിട്ടുള്ള കമൻറ്റ് KSRTC എന്നുള്ളത്. ആൻഡ് ഐ ഡോണ്ട് കെയർ. അപ്പം അതുകൊണ്ടാണ് അത് 2017 സ്കാനിയ ബസ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ സ്കാനിയ ബസ്സിന് ഉള്ള റേറ്റിനേക്കാളും കുറച്ചാണ് ഞാൻ KSRTC സ്വിഫ്റ്റ് ഈ ബസ് KSRTCക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പോലും ഞാൻ നോക്കിയപ്പോൾ 32 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബസ്സുള്ള ഒരാൾക്ക് അതിന് എത്ര ലാഭത്തിലാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അടുത്ത വണ്ടി എടുക്കും. ഇവിടെ ഇൻഷുറൻസ് ഇല്ല, ടാക്സ് ഇല്ല, ഒരു കാര്യമില്ല. പക്ഷേ ഞാൻ ചാർജ് എടുക്കുന്ന സമയത്ത് ഒരു ട്രിപ്പ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാഴ്ച ഓടിക്കണമെന്നുണ്ടെങ്കിൽ 3.5 ചേർത്ത് 7.5 ഡ്രൈവർ ആൻഡ് കണ്ടക്ടർ വേണം. വേറാസ് ഇറ്റ് ഈസ് ആസ് ലോ ആസ് 2.5 ഇൻ സം അതർ സ്റ്റേറ്റ്സ്. തമിഴ്നാട്ടിൽ പോലും 4.25 മറ്റുമാണ്. കർണാടകത്തിൽ അത് 3.8 ആണ്. അപ്പം സ്റ്റാഫ് കോസ്റ്റ് വളരെ കൂടുതലാണ്, ആളുകളുടെ ആറ്റിറ്റ്യൂഡ് വളരെ കൂടുതലാണ്. അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്.